നവജീവൻ പരപ്പനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ആദ്യ എഡിഷന് ഫെബ്രുവരി 8-ന് തുടക്കമാവും. പരപ്പനങ്ങാടി ടൗൺ സ്കൂളിൽ വെച്ചാണ് ഫെസ്റ്റ് ഒരുക്കുക. നോവലിസ്റ്റ് എസ് ഹരീഷ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയാവും. കൗൺസിലർമാരായ നിയാസ് പുളിക്കലകത്ത്, ഉണ്ണികൃഷ്ണൻ കേലച്ചങ്കണ്ടി, ജംഷീർ മാപ്പൂട്ടിൽ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ശിവദാസൻ തുടങ്ങിയവർ ആശംസകൾ അറിയിക്കും. കവിതയുടെ വർത്തമാനം, പാട്ടുകളെക്കുറിച്ചുള്ള സെഷൻ, എസ് ഹരീഷുമായുള്ള മുഖാമുഖം, പരപ്പനങ്ങാടിയിലെ എഴുത്തുകാരുടെ സംഗമം തുടങ്ങിയ സെഷനുകൾ നടക്കും. കഥാസെഷനിൽ ഡോക്ടർ ആർദ്ര മോഡറേറ്ററാവും. റഷീദ് പരപ്പനങ്ങാടി, ജിൻഷ ഗംഗ, സുഭാഷ് ഒട്ടുംപുറം, ഹരികൃഷ്ണൻ തച്ചാടൻ, CP വത്സൻ, MS ബനേഷ്, സ്മിത ശൈലേഷ്, ശൈലൻ, കനിമൊഴി, CS മീനാക്ഷി, VK ജോബിഷ്, മുഹമ്മദ് അബ്ബാസ്, നടൻ ഇർഷാദ് അലി തുടങ്ങിയവർ സംബന്ധിക്കും. പരപ്പനങ്ങാടിയിലെ എഴുത്തുകാരുടെ സംഗമത്തിൽ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി സന്നിഹിതനാവും. സിമി നടുവത്ത് മോഡറേറ്റ് ചെയ്യും. ശേഷം തട്ട് കാഴ്ചവട്ടം അവതരിപ്പിക്കുന്ന റിയൽ ആൻഡ് റീൽ എന്ന നാടകം അരങ്ങേറും. സെഷൻസ് ഉണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് എസ് ഹരീഷാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല. മീശ, അതുപോലെ ഏറ്റവും പുതുതായിട്ട് പട്ടുനൂൽപ്പുഴു നോവലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. മീശയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 4-5 സെഷനുകളായിട്ട് കവിതയ്ക്ക് ഒരു സെഷൻ ഉണ്ട്. അതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കവികൾ പങ്കെടുക്കുന്നുണ്ട്. സെഷനുണ്ട്. കഥയുടെ സെഷനിൽ പിന്നെ സുഭാഷ് ഒട്ടുംപുറം നമ്മുടെ അടുത്ത് തന്നെയുള്ള ആളാണ്. അടുത്ത കാലത്ത് നല്ല കഥകൾ എഴുതിയിട്ട് പേരെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം വരുന്നുണ്ട്. ജിൻഷ ഗംഗ, പുതിയ തലമുറയിലെ വളരെ അറിയപ്പെടുന്ന വളരെ ശക്തമായിട്ടുള്ള കഥകൾ എഴുതുന്ന ജിൻഷ ഗംഗ, അവർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഹരീഷും തച്ചാടൻ, അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് 1-2 മുഖാമുഖങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാരവാഹികളായ വിനോദ് തള്ളശ്ശേരി, KP മനീഷ്, സതീഷ് തോട്ടത്തിൽ, K രാജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.